നമസ്കാരം. ഈ മതം എന്നത് കേവല അഭിപ്രായം എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഇടയിൽ കുറച്ച് ബുദ്ധി വികാസമൊക്കെ ഉണ്ടായ സാധാരണ മനുഷ്യരിൽ നിന്നും കുറച്ചുകൂടി ഭൗതിക തലത്തിൽ ഉയർന്ന് ചിന്തിക്കാൻ കഴിയുന്ന മഹാമനുഷ്യർ, അവർ ചില കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു തന്നു. അവർ പലരും പിന്നീട് സ്വയം ദൈവമായി മാറി. ശ്രീബുദ്ധൻ ദൈവമില്ല എന്ന് പറഞ്ഞ ശ്രീബുദ്ധൻ, നിങ്ങൾക്കറിയാം, ശ്രീബുദ്ധൻ അദ്ദേഹം തന്നെ ദൈവമായി മാറി. അങ്ങനെ പല ആളുകളും. പക്ഷെ ഈ മതം എന്നത് ഒരു സ്വകാര്യത മാത്രമായി കൊണ്ടു നടക്കാൻ എത്ര മനോഹരമാവുമായിരുന്നോ. മറ്റൊരു കാര്യം കൂടി, ഈ ദൈവം എന്നത് മനുഷ്യന്റെ ഏറ്റവും മനോഹരമായ ഒരു സങ്കല്പമാണ് ദൈവം എന്നത്. പക്ഷെ ആ ദൈവത്തിന്റെ പേരിൽ മനുഷ്യരാശിയുടെ മനോഹാരിത മുഴുവൻ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളാണ് എമ്പാടും കണ്ടിട്ടുള്ളത്. സൂര്യനെ ഭൂമി വലം വെക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യനെ ചുട്ടുകൊന്ന മതം. ഒട്ടനവധി മതങ്ങളെ കൊണ്ട് മനുഷ്യ സമൂഹത്തിന് ഗുണങ്ങൾ ഉണ്ടായതിനേക്കാളും ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യ ജീവിതങ്ങളെ ചവിട്ടി അരയ്ക്കുന്ന ഒരു തരത്തിലേക്ക് അതിന്റെ മർക്കട മുഷ്ടി കൊണ്ട് മതം എപ്പോഴും ശല്യപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യ ജീവിതങ്ങളെ. ഇവിടെ നിങ്ങൾ നോക്കൂ, മതം പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു അവകാശമായി ചിലർ അവകാശപ്പെടുകയാണ്. ഈ മറ്റുള്ളവന്റെ മതം, എന്റെ മതം ഞാൻ പ്രചരിപ്പിക്കണമെങ്കിൽ മറ്റുള്ളവന്റെ മതം മോശമാണെന്ന് പറയണം, മറ്റുള്ളവന്റെ വിശ്വാസത്തിൽ കടന്നു കയറണം. ഇന്ത്യൻ ഭരണഘടന ചിലർക്ക് മതം പ്രചരിപ്പിക്കാനും ആചരിക്കുവാൻ അവകാശം നൽകുന്നുണ്ട്, പ്രചരിപ്പിക്കുവാൻ അവകാശം നൽകുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവന്റെ മതത്തിലേക്ക് കടന്നു കയറാൻ, മറ്റുള്ളവന്റെ വിശ്വാസത്തിലേക്ക് കടന്നു കയറാൻ അവർക്ക് അവകാശം നൽകുന്നില്ല. പക്ഷെ ഇത് ചിലരൊക്കെ ന്യൂനപക്ഷ അവകാശം എന്ന പേരിൽ ഈ മതപ്രചരണം, മറ്റുള്ളവനെ അവഹേളിക്കൽ, പരമത നിന്ദ, അത് വലിയ ഒരു അവകാശമാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ്. വല്ലാതെ സത്യം പറയുകയാണെങ്കിൽ ഇത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പല മനുഷ്യർക്കും. നമ്മുടെ വിശ്വാസത്തിൽ ആരും കടന്നു കയറുന്നത് മറ്റുള്ളവരാരും ഇഷ്ടപ്പെടില്ല, ഒരു മനുഷ്യനും ഇഷ്ടപ്പെടില്ല. അവന്റെ ദാരിദ്ര്യത്തെ, അവന്റെ കഷ്ടപ്പാട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങേയറ്റം വലിയ അസുഖവുമായി ഒരു മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ പോലും ഇവരുടെ ശല്യം കൊണ്ട് സഹിക്കാൻ പറ്റാതായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. എന്നാൽ ഇവിടെ സുവിശേഷം എത്തിക്കുവാൻ ഒരൊറ്റ കുഞ്ഞുങ്ങൾ ഈ പർവ്വത പ്രദേശങ്ങളിൽ ഇല്ല. ഹിമാചലിലെ കങ്കടായുടെ താഴ്വരയിലാണ് ധാരാളം പേരുണ്ട്. എന്നാൽ ഈ പ്രദേശത്തെ ആരും ആൾക്കാരെ മിഷന്മാരായിട്ട് അയക്കുന്നില്ല. ഈ സുവിശേഷം എത്തിക്കേണ്ട നമ്മുടെ ചുമതലയല്ലേ? സുവിശേഷം കടന്നു ചെല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മുടെ ഗ്രാമങ്ങളിൽ എത്രയോ, നമ്മുടെ ഓരോ ഗ്രാമങ്ങളിൽ 10-20 ഉപദേശമായി ചുമ്മാ കിടന്ന് കറങ്ങുകയാണ്. അവരെയൊക്കെ ഇവിടെ നിന്ന് അയച്ചിരുന്നെങ്കിൽ സുവിശേഷം കേൾക്കാത്ത എത്രയോ പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാഭിഷേകം പ്രാപിച്ച് ദൈവസഭയിലേക്ക് വന്നേക്കുമായിരുന്നു. ചില ചിന്തിക്കുന്നത് ഒരു $50 കൊടുത്താൽ അല്ലെങ്കിൽ $100 കൊടുത്താൽ ഇവിടെ സുവിശേഷിക്കപ്പെടുമെന്നാണ്. എന്നാൽ ഒരു കർത്തദാസൻ നിങ്ങൾ പൂർണ്ണമായി ചില നാളുകളിൽ, ചില വർഷങ്ങൾ സഹായിക്കുകയാണെങ്കിൽ ഈ പ്രദേശങ്ങളിൽ 100 കണക്കിന് ആത്മാക്കൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്ന കാഴ്ചപ്പാട്. ആകയാൽ എന്നെ ശ്രദ്ധിക്കുന്ന സകല മലയാളികളായിട്ടുള്ള സഭാവ്യത്യാസമില്ലാതെ എല്ലാവരോടും ദൈവമക്കളോടും എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ പ്രദേശങ്ങള്, ഹിമാലയ പർവ്വതങ്ങളെ പോലുള്ള ഈ പ്രദേശങ്ങള്, സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ മിഷന്മാർ അയക്കുക. കുമ്മനാട്ട് കിടന്ന് കറങ്ങാതെ, അല്ലെങ്കിൽ മുളക്കരയിൽ കിടന്ന് കറങ്ങാതെ, പുനരൂർ കിടന്ന് കറങ്ങാതെ, അതുപോലെ നമ്മുടെ പെന്തക്കോസ് പോലത്തുള്ള അവിടെ കറങ്ങാതെ മിഷന്മാരെ ഈ പ്രദേശങ്ങളിലേക്ക് ട്രെയിനിങ് ചെയ്ത് അയക്കുക. അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. ഞങ്ങൾ ആകെയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, എത്രയും പെട്ടെന്ന് ഈ ഹിമാലയ പ്രദേശങ്ങളിലെ മിഷണറിമാരെ അയക്കുക. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാരതത്തിന്റെ ടൂറുകളിൽ അനേക സ്റ്റേറ്റുകൾ, ഇനിയും 5-6 സ്റ്റേറ്റുകളുള്ളൂ. സുവിശേഷം കേൾക്കാത്ത എത്ര ഗ്രാമങ്ങൾ, എത്ര പട്ടണങ്ങളുണ്ട്. നമ്മൾ സുഖമായി വലിയ വലിയ ലക്ഷങ്ങൾ, കോടി ഡോളർ മുടക്കി, കോടി രൂപ മുടക്കി നമ്മൾ സുഖിക്കുകയല്ലേ? ഈ സുവിശേഷം കേൾക്കാത്ത സ്ഥലങ്ങളിലേക്ക് മിഷണറിമാരെ അയക്കുക. സഹോദരന്മാരെ, കർത്താവിന്റെ വിജയദാസന്മാരെ, ഹാലിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളൂ, ഇപ്പോൾ സുവിശേഷം അറിയിക്കുന്നത് എപ്പോൾ ദൈവം നമ്മളോട് കാര്യം തീർക്കുന്ന നാളിൽ നമ്മുടെ കൈകൾ ബലപ്പെട്ട് നമ്മുടെ കാലുകൾ ശക്തമായിട്ട് ഉറച്ചു നിൽക്കുമോ? ആകയാൽ മിഷണറിമാരെ അയക്കുക. ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്കായി പോകും. എന്നെ ശ്രദ്ധിക്കുന്നവർ എല്ലാവരും ഈ സുവിശേഷത്തിന് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഹിമാലയ പർവ്വതത്തെ, ഇന്ത്യയെ സുശേഷിപ്പാൻ ദൈവം നമ്മളെ കഴിയകാലങ്ങളെ ഉപയോഗിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ.
IPC എന്നോ ചർച്ചപ്പ് കോഡെന്നോ അസംബ്ലീസ് കോഡെന്നോ ഷാരോനോ സ്വതന്ത്ര ബന്ധുക്കോ സഭകളെന്നോ ക്രൈസ്തവ സഭകളെന്നോ ഒന്നും പറയാൻ നോക്കാതെ ഹല്ലേലൂയ അനേകായിരങ്ങളെ മിഷന്മാരെ അയപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിന്റെ എളിയദാസൻ പാസ്റ്റർ ജേക്കബ് ജോൺ പത്താങ്കോട്. മേ ദ ഗോഡ് ബ്ലെസ് യു. നോക്കൂ, ഈ മനുഷ്യൻ പറയുന്നത് നോക്കൂ. $10-100 കൊടുത്താൽ ഇവരെ എല്ലാവരെയും മതം മാറ്റാമെന്ന്. മനോഹരമായ ഹിമാലയ ഹൈമവത ഭൂമി, ഹിമാലയത്തിന്റെ താഴ്വരയിൽ പോലും വിഷം കലക്കുകയാണ് ഇത്തരം മനുഷ്യര്. $10-100 കൊടുത്താൽ ഇവരെയൊക്കെ മതം മാറ്റാമെന്ന്. ഒരു മനുഷ്യന്റെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾ മനുഷ്യദ്രോഹികളാണെന്ന് പറയാതെ വയ്യ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരൂ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ മഹാനായ മനുഷ്യന്റെ പേരാണ് ഇവർ അശുദ്ധമാക്കുന്നത് എന്ന് മനസ്സിലാകാതെ ഇവർ പോകുന്നത് ആ കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ. ഒരു മനുഷ്യൻ അവന്റെ മതം ആചരിക്കുന്നത്, അവന്റെ മതം പ്രചരിപ്പിക്കുന്നതൊന്നും തെറ്റാണെന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നില്ല. പക്ഷെ മറ്റുള്ളവന്റെ വിശ്വാസധാരകളെ അവഹേളിക്കുന്നതും അതിനെ മോശമെന്ന് പറഞ്ഞ് അതിലേക്ക് കയ്യേറ്റം നടത്തുന്നതും ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നില്ല എന്ന് തെളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ മതപരിവർത്തനം എന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സാധിക്കില്ലേ? മിസോറാമിലും മേഘാലയയിലും നാഗാലാൻഡിലുമൊക്കെ ഇത് പാതിരിമാര് അനുവദിക്കുമോ? അവിടുത്തെ ക്രൈസ്തവർ അനുവദിക്കുന്നുണ്ടോ? അപ്പോ തോക്കെടുത്തു, നാഗ, കുക്കി അങ്ങനെയൊക്കെ തോക്കെടുക്കുക, വെടിവെച്ച് കൊല്ലുക, അത്രയൊക്കെ ആയി. ഇവിടെ ഈ 4 ബജ്രംഗ ദളുകാർ 4 മുദ്രാവാക്യം വിളിച്ച അതാണ് പ്രശ്നം. ഇത് എല്ലാവരും ഈ മനോഹരമായ ഒരു മലർവാടിയാണ് ഭാരതം. ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും എല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെ കഴിയുന്ന ഒരു മനോഹരമായ മലർവാടി. അതിൽ വിഷമുള്ളുകളെ പോലെ അല്ലെങ്കിൽ വിഷവിത്തുകളെ പോലെയായി മാറുകയാണ് ഇന്നത്തെ പാതിരിമാർ എന്ന് പറയാതെ വയ്യ. ഈ നിന്റെയൊക്കെ പൂർവികർ ബ്രിട്ടീഷുകാരിവിടെ വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നീയൊക്കെ കോണകം കൊടുത്ത് നടക്കുമായിരുന്നു എന്ന് ധാർഷ്ട്യത്തോടെ ധിക്കാരത്തോടെ ചാനലിരുന്ന് ആക്രോശിച്ച പാതിരിയോട് പറയുകയാണ്. അങ്ങയുടെ ഞാനത് അങ്ങയെന്ന് പറയുന്നില്ല, കാരണം നമ്മുടെയൊക്കെ പൂർവികർ ഭാരതീയർ തന്നെയാണ്. അങ്ങ് തുപ്പിയത് സ്വന്തം മുഖത്തേക്ക് തന്നെയാണ്. പക്ഷെ അന്ന് യൂറോപ്യന്മാർ, നിങ്ങളുടെ പൂർവികരെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന യൂറോപ്യന്മാർ അവരുടെ പൂർവികന്മാർ മരത്തിൽ കയറിയിരുന്ന ഈ നടക്കുന്ന സമയത്ത് കുരങ്ങനിൽ നിന്ന് ഇല്ലെങ്കിൽ കുരങ്ങനിൽ നിന്ന് വിഭിന്നമല്ലാത്ത രീതിയിൽ ഒരു മൃഗമായി നടക്കുന്ന സമയത്ത് ഭാരതത്തിൽ മനോഹരമായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ വിവേകാനന്ദനാണ്. മനസ്സിലാക്കുക, ആർക്കും ആരെയും അവഹേളിക്കാനോ പരമത നിന്ദ നടത്തുവാനോ മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ കടന്നു കയറുവാനോ അവകാശമില്ല, അർഹതയുമില്ല. അത് എന്തോ ഞങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ മറ്റുള്ളവന്റെ വിശ്വാസങ്ങളിൽ കടന്നു കയറുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. അത് നിർത്തുന്നതാണ് ആർക്കും നല്ലത്. നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകണം. നമ്മുടെ രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിന് സഹവർത്തിത്വം, സമാധാനപരമായ സഹവർത്തിത്വം ആവശ്യമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.